ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് ആപ്പ് ലേണിംഗ്. സോ PSCയുടെ 2025 ഏറ്റവും അവസാനത്തെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി ഔട്ടായിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പല പോസ്റ്റിലേക്കും PSC വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതിൻ്റെ കാറ്റഗറി നമ്പർ 571/2025 ആണ്. പിന്നെ യൂണിഫോം പോസ്റ്റായിട്ടുള്ള CEO 564/2025, പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ 563/2025, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ 550/2025, ഫയർമാൻ ആണെങ്കിൽ 551/2025, പിന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട പല നോട്ടിഫിക്കേഷൻസും PSCയുടെ അവസാനത്തെ 2025 അവസാനത്തെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ്. പ്രത്യേകിച്ച് LDC കഴിഞ്ഞ് അതിൽ കിട്ടാത്തവർക്ക് ഒരു മധുര പ്രതികാരം എന്ന രീതിയിലുള്ള ഒരു അവസരമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2026 ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് യൂണിഫോം പോസ്റ്റുകൾ, പ്രത്യേകിച്ച് CEO, CPO, ഫയർമാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസിൻ്റെ 85% ഈ 3 പരീക്ഷകളുടെ സിലബസിൻ്റെ 85% സെയിം ആണ്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 3 പരീക്ഷയിലേക്കും പ്രിപ്പയർ ചെയ്യാം. ആ ഒരു എക്സാമിൻ്റെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിന് പ്രിലിംസ് ഇല്ല, യൂണിഫോം പോസ്റ്റിന് പ്രിലിംസ് ഇല്ല, ഡയറക്റ്റ് നിങ്ങൾ മെയിൻസ് എഴുതുവാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ആ എക്സാമിൻ്റെ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ പരീക്ഷയിലെ മിസ്റ്റേക്ക് മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ VFA ഉള്ള ആൾക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? VFA എഴുതുന്നുണ്ട്, ഈ 3 എക്സാം വരുന്നുണ്ട്, ഈ ഫിസിക്കൽ എക്സാംസ് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും VFAയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന 3 യൂണിഫോം പോസ്റ്റുകളുടെയും സിലബസ് എല്ലാം എക്സാക്റ്റ് സെയിം തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ആഡ് ചെയ്യുന്നു എന്ന് മാത്രം ഒരു പ്രത്യേകതയുള്ളൂ. പിന്നെ VFA ആവുന്ന സമയത്ത് എന്താണ്, സ്വാഭാവികമായിട്ടും പ്രിലിംസ് വരും, കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ പ്രിലിംസ് വരും. സോ പ്രിലിംസ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന VFA എക്സാമിനും വരാൻ പോകുന്ന യൂണിഫോം പോസ്റ്റിലെ പരീക്ഷകൾക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള സംശയം ഉണ്ടാവും. അവരോട് പറയാനുള്ളത്, PSC നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞു, ഇനി എക്സാം വരട്ടെ, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ കാത്തിരിക്കരുത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 തുടക്കത്തിൽ തന്നെ PSC ഇനി ഒരു എക്സ്പെക്റ്റഡ്, ഈ പരീക്ഷകളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഇടും. ഏത് മാസത്തിലാണ് നടക്കാൻ സാധ്യത, ഡേറ്റ് അല്ല മന്ത്, ഓക്കെ, എന്നാണ് നടക്കാൻ സാധ്യത എന്നുള്ള ഒരു കൺഫർമേഷൻ PSC തരും. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. തുടക്കം തൊട്ടേ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനും PYQs നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ച ഭാഗം കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുക. സോ അവസാന ടൈമിലെ ആ ഒരു ഹറിബറി പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ട് ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാമാണ് VFA എന്ന് പറയുന്നത്, നല്ല അവസരമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെയാണ്, സ്വാഭാവികമായിട്ടും നിങ്ങൾ തീരുമാനം എടുക്കുക. അപ്പോൾ 2026 വരെയാണ്, ഒരു പുതിയ വർഷം തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ 2026 പരീക്ഷയ്ക്ക് ഞാൻ നന്നായിട്ട് പഠിക്കും, അതുപോലെ തന്നെ അതെൻ്റെ ആദ്യ ചുവടുവെപ്പായിരിക്കും എന്ന ഒരു തീരുമാനം നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇന്ന് തന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഈ പരീക്ഷകളിലേക്കുള്ള, അത് യൂണിഫോം പോസ്റ്റ് ആയിക്കോട്ടെ, ജനറൽ PSC പരീക്ഷ ആയിക്കോട്ടെ, നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനാണ് പഠിക്കാൻ സ്യൂട്ടബിൾ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 10 ബ്രാഞ്ചുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഒരുപാട് പേര് ചിലപ്പം ജോലി തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഓൺലൈൻ ബാച്ചും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഒട്ടും തന്നെ വൈകാതെ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. സോ ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാനും സിലബസിലെ ഓരോ ഭാഗങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെ ഒരു സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു തുടങ്ങുന്ന രീതിയിലേക്ക് മാറരുത്, കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ടിലേക്കും നല്ല റാങ്കിലേക്കും, ജോലി ലഭിക്കുന്ന റാങ്കിലേക്കും എത്താൻ സാധിക്കൂ. സോ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങളൊരു തീരുമാനമെടുത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക.
സോ നമ്മൾ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ കാറ്റഗറി നമ്പർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഉടൻ തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അപേക്ഷിക്കുക. അതായത് ഫിസിക്കൽ പോസ്റ്റുകളുണ്ട്, അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ലാസ്റ്റിലേക്ക് വെക്കരുത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 2026 സർക്കാർ സർവീസിലേക്കുള്ള ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ, അതിന് ആദ്യ ചുവടുവെപ്പ് വെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.